ഒരു കാര്യം ചില കമൻ്റ് ഇടുന്ന കുറേ ഓളികളോട് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കുറേമാരിങ്ങനെ എല്ലായിടത്തും പോയി മെഴുകണ കണ്ടായിരുന്നു. അതായത് യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ പൈസ മേടിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന്. നല്ലത് പറഞ്ഞാൽ പറയും പൈസ മേടിച്ചിട്ടാണ് നല്ല പറയുന്നത്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പറയും പൈസ കിട്ടാത്തതുകൊണ്ടാണ് മോശം പറയണത്, അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടാണ് മോശം പറയണമെന്നൊക്കെ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കടേ. അത് മാത്രമല്ല, വേറെ എന്തും എന്നെ സംബന്ധിച്ച് കേട്ടിരിക്കാൻ പറ്റും. ഈ ഇങ്ങനെ പൈസ മേടിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോണ്ടല്ലോ ഭ്രാന്ത് പിടിക്കും. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ ഏത് ഊള വന്ന് പറഞ്ഞാലും അത് സഹിക്കാൻ ഇച്ചിരി പാട് തന്നെയാണ്. സഹിക്കുന്നത് ഞങ്ങളുടെ പീരിത്തിടും അമ്മരെ കിട്ടിയ ഭിത്തിയിലിട്ട് ഒരക്കും മുഖമൊക്കെ. കാരണം അതുപോലെ ഭ്രാന്ത് കയറും നമുക്കിത് വായിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോഴേക്കും. കാരണം ഇപ്പോഴത്തെ ഒരു വൃത്തികെട്ട പ്രവണതയാണത്. നിങ്ങളൊന്ന് എൻ്റെ അക്കൗണ്ട് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. എനിക്ക് ആകെ ഒരേ ഒരു ബാങ്ക് അക്കൗണ്ടുകൾ. ആ ബാങ്ക് അക്കൗണ്ട് എടുത്തു നോക്കിയാണല്ല ബുക്ക് മൈ ഷോയിലേക്ക് ടിക്കറ്റ് വാങ്ങിച്ചതിൻ്റെ പൈസ കൊടുത്തതിൻ്റെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഏകദേശം മെയ് അവസാനിക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഞാൻ ഏകദേശം 70 പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. മലയാളവും ഹിന്ദിയും തമിഴും കൊറിയൻ മുന്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് സിനിമ കണ്ടിരിക്കുന്നത്. അതിപ്പോൾ എത്ര കൊല്ലങ്ങളായിട്ട് ഞാനിത് ചെയ്യണതാണ്. ഞാൻ പൈസ കൊടുത്താണ് ടിക്കറ്റ് എടുത്തിട്ട് സിനിമയ്ക്ക് പോകുന്നതും അതിൻ്റെ അഭിപ്രായം പറയുന്നതും. പിന്നെ ഇവിടുത്തെ കുറേ അന്തം വാണേഷ് ഫാനുകളുണ്ട്. അവന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നീയൊക്കെ എത്ര സിനിമകൾ പോയിട്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്? ഈ പറഞ്ഞ നീയൊക്കെ വലിയ ഫാനാണെന്ന് പറഞ്ഞ് നടക്കാണ്ടല്ല. എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. വാനപ്രസ്ഥം അല്ലെങ്കിൽ പേരൻപ്, ഇതൊക്കെ ഇതൊക്കെ നീയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളാണ്. ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് ഇതൊക്കെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ ഒരുപോലെ തന്നെ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. നല്ല നടന്മാരെ, നല്ല ടെക്നീഷ്യൻസിനെ, നല്ല സിനിമാറ്റോഗ്രാഫറിനെ, നല്ല സിനിമാ പ്രവർത്തകരെ സ്നേഹിക്കുന്ന ആളാണ്. അല്ലാണ്ട് നിന്നെ പോലെ അന്ധമായിട്ട് ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ട് മറ്റുള്ളവരെല്ലാവരും ഊളകളാണെന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന ഒരു ചെറ്റയല്ല ഞാൻ. അതെനിക്ക് എടുത്തു പറയണം. കാരണം ഞാൻ ഈ പറഞ്ഞ നടന്മാരുടെ നല്ല നല്ല സിനിമകൾ, അർഹിക്കുന്ന വിജയം കൈവരിക്കാതെ പോയ സിനിമകൾ വരെ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. നിനക്ക് എത്ര പേരൊക്കെ പേരൻപ് കാണാനുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് ഷോ ഞാനും എൻ്റെ വൈഫും കാണാൻ പോയപ്പോൾ ഒരൊറ്റ എണ്ണത്തിനും കണ്ടില്ല ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കണതൊക്കെ. പിന്നെ മൊത്തം ഫാൻസിനൊന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം അസോസിയേഷനിലൂടെ ഫാൻസ് എന്നുള്ള പേരിൽ, അതാത് നടന്മാരുടെ ഫാൻസ് എന്നുള്ള പേരിൽ ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന കുറേ ഫാൻസ് അസോസിയേഷനിലുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അവരെയും കൂടി ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഓൺലൈനിൽ കുറേ എണ്ണങ്ങൾ വന്നിട്ട് ഓരോ അലവിലായത്തിൽ എഴുതി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ നീയൊക്കെ അല്ലേ പൈസ മേടിച്ചിട്ട് ഓരോ സിനിമാക്കാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇരുന്നിട്ട് വന്നിട്ട് കുറ്റം പറയും, ഓരോ സിനിമയെ താഴ്ത്തി കെട്ടുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ എവിടെ നിന്നാണ് അങ്ങനെ ചെയ്യണത്? ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരോടും പോയി കാണരുത് പിടിക്കരുതെന്ന് പറയില്ല. നീയൊക്കെ ഇതല്ലേ വന്നിട്ട് കമന്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാരായ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിന്ന് പൈസ കൈപ്പറ്റി മറ്റുള്ള സിനിമയെ ദ്രോഹിക്കുന്നത് നിന്നെ പോലുള്ള കുറേ സാധനങ്ങളല്ലേ. ഞങ്ങളെവിടെയാണ് ഈ സിനിമ പോയി കാണരുത് പിടിക്കുന്നതൊക്കെ പറയണത്? ഏത് റിവ്യൂറുണ്ട്? എൻ്റെ പരിചയത്തിൽ ഒരു മൂവി ഒപ്പീനിയൻസ് പറയുന്ന ആൾ ഈ സിനിമ പോയി കാണരുതെന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അവൻ്റെയൊക്കെ ലിങ്ക് ഒന്ന് ഇട്ടാൽ ഞാൻ ഒന്ന് കാണട്ടെ. അങ്ങനെ ഈ സിനിമ പോയി തിയേറ്ററിൽ കാണരുതെന്ന് പറയണ ഏതെങ്കിലും തന്നെ എനിക്കൊന്ന് കാണാൻ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കുറേ അറ്റവും മൂലം പേരൊക്കെ ഇട്ടിട്ട് മീഡിയ തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പേരിട്ട കുറച്ച് ടീമുകളാണ് ഈ കിടന്നിട്ട് ഒരേ അലമ്പത്തരം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നടൻ്റെ ഫോട്ടോ വെച്ചിട്ട്, ആ നടന് അറിയപോലും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ, ആ നടൻ്റെ ഫോട്ടോ വെച്ചിട്ട് മറ്റുള്ള നടന്മാരുടെ സിനിമകൾ വരുമ്പോൾ ഒന്ന് കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയും ഓരോ നടന്മാർക്ക് സമാജം സ്റ്റാർ അങ്ങനെ ഓരോരോ ടാഗുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? കുറേ വാഴകളുണ്ട് വീട്ടിൽ, ഒരു പണിയും ചെയ്യാണ്ട് ഒരു പണിയില്ലാതെ വെറുതെ ഓരോന്നൊക്കെ ചെയ്യുന്ന കുറേ വട്ടന്മാരുണ്ട്. അവന്മാരാണ് ഈ സംഭവങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ സമാജം സ്റ്റാർ ഫാനായി നമ്മളൊരു സംഖ്യയായി മാറി മറ്റേ മറിച്ചാന്ന്. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെ കമ്മിയാക്കും, നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഇത് മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാക്കും. ഇന്ന സമാജം സ്റ്റാർ ഹെയ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടാഗ് ചെയ്യാറി തരും. ലാലേട്ടൻ്റെ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഉടനെ ലാലുണ്ണി ഫാൻ എന്നുള്ള രീതിയിലാക്കി കളയും, അല്ലെങ്കിൽ സംഖ്യയാക്കി കളയും. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മമ്മൂക്ക ഫാനായി അല്ലെങ്കിൽ മമ്മൂണി ഫാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടാഗ് ചേർത്തിട്ട് വരും, അല്ലെങ്കിൽ വീണ്ടും കമ്മി ആക്കും. ഈ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു വയ്ക്കും. മമ്മൂക്കയുടെ പടം കാലം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതാണെന്ന് പറഞ്ഞു ഓരോ പേരുകൾ ഈ പറഞ്ഞ തലയിരിച്ചിട്ട് വരും. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ലാലേട്ടൻ ഫാനായി മാറി. ഇതെന്തുവാണ് എവിടെയെങ്കിലും ഉറച്ച് നിൽക്കുക? എനിക്കെന്താ ഇവർ 3 പേരും ഉണ്ണി മുകുന്ദനെയും ലാലേട്ടനെയും മമ്മൂക്കനെയും ഇഷ്ടപ്പെട്ടുകൂടെ? അവരുടെ നല്ല സിനിമകൾ പോയി കണ്ട് അഭിപ്രായം പറഞ്ഞുകൂടെ എനിക്ക്?
ഞാൻ എന്താണ് നമ്മുടെ മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതേസമയം എനിക്ക് മേപ്പടി എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു 2 കോമ്പിനേഷൻ ഒരേ നടൻ തന്നെയല്ലേ. നമ്മുടെ ഭ്രമയുഗം എന്നുള്ള സിനിമ നീക്ക് എത്ര തവണ സിനിമ കണ്ടിട്ടുണ്ട്? ഞാൻ തിയേറ്ററിൽ 3 തവണ പോയി കണ്ടിട്ടുണ്ട്. 3 തവണ. ലാലേട്ടനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മമ്മൂക്കയുടെ പടം 3 തവണ പോയി കണ്ടത്. 3 തവണ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് എന്തുകൊണ്ടാണ്? വീട്ടുകാരെ വിളിച്ചുകൊണ്ടാണ് പോയത്. ഏകദേശം 3000 രൂപ എടുത്ത് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്. 3000 രൂപ മുകളിൽ അവിടെ നിന്ന് വാങ്ങി കഴിച്ച ഭക്ഷണം കൂടി കൂട്ടി അതിൻ്റെ മുകളിൽ ഞാൻ മുടക്കിയിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, തലക്കോളണം. ലാലേട്ടനെ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മമ്മൂക്കയുടെ പടം 3 തവണ പോയി തിയേറ്ററിൽ കാണാനായിട്ട്. ഈ പറഞ്ഞ് ചിലച്ചുകൊണ്ടിരിക്കണവന്മാരൊക്കെ എത്ര പേര് ആ പടം തിയേറ്ററിൽ പോയി കണ്ട്? എല്ലാവരും OTT വരാൻ വേണ്ടി നോക്കിയിരുന്നല്ലേ കുറേ ടീമുകളൊക്കെ. നീ എന്നിട്ട് OTT കണ്ടിട്ടില്ലേ നീ ഈ ചിലക്കുന്ന കിടന്നിട്ട്? ഞാൻ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ 3 തവണ സിനിമ പോയി തിയേറ്ററിൽ കണ്ടത്. എന്തൊരു സിനിമ ഇഷ്ടപ്പെട്ടത് ഞാൻ 3 തവണ പോയി കണ്ടിട്ടുണ്ട്. ടെർബോ എന്നുള്ള സിനിമ എനിക്ക് വർക്കായില്ല എന്ന് വെച്ചിട്ട് എനിക്ക് എന്താ മമ്മൂക്കയോട് ദേഷ്യം ഉണ്ടാവില്ല. അപ്പം എനിക്ക് എന്താ തലകോളം വരുന്ന മമ്മൂക്കയുടെ ഭ്രമയുഗം 3 തവണ പോയി കാണാനായിട്ട്? വിവരമില്ലാത്ത കുറെ കിഴങ്ങന്മാർ വന്നിട്ട് ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ് കമന്റിൽ. വേണ്ടെന്ന് വെച്ച് മിണ്ടായിരിക്കുമ്പോഴേക്കും നീയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ലാലേട്ടൻ എന്നുള്ള അപ്പോൾ ഈ ടെർബോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഉടനെ തന്നെ ഞാൻ മലയക്കോട്ടെ വാലിബിന് ഇഷ്ടപ്പെട്ട ആളായി മാറിയോ? നീയൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ മലയക്കോട്ടെ വാലിബിൻ്റെ അഭിപ്രായം പറഞ്ഞോണ്ടുള്ള? അതിനകത്ത് എന്ത് ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെട്ടില്ല, പടം എനിക്ക് വർക്കായില്ലെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ഇന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സിനിമ 2ാമത് കാണാൻ പോയി. അത് കാണാൻ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം കൊണ്ടൊന്നും അല്ല. എൻ്റെ വീട്ടുകാരെ എനിക്ക് അതുകൊണ്ട് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടും അത് വീട്ടുകാർക്ക് ഇഷ്ടമാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കൊണ്ടേ കാണിച്ചു. അത് ശരിയായി. എനിക്കും അനുഭവിക്കാൻ ആ സിനിമ വർക്കായില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെട്ടു. എൻ്റെ വെല്ലിസിനും വെല്ലുമ്മയ്ക്കും എന്താണ് കസിൻസിനും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ഈ വർഷങ്ങളായിട്ട് പണ്ട് കാലങ്ങളിൽ എന്താണ് പള്ളി അവിടെയൊക്കെ പോയിട്ട് മറ്റേ നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നും പറഞ്ഞാൽ ഞാൻ അവരെയൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക ലാലേട്ടൻ ഫാൻ മമ്മൂക്ക ഹീറ്ററാക്കി മാറ്റുമോ? എൻ്റെ അമ്മ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആള് അമ്മയ്ക്ക് അത്രയും തന്നെ ഇഷ്ടമാണ് മമ്മൂക്കേനെ. എന്താണ് മമ്മൂക്കയുടെ ഭ്രമയുഗം കണ്ടിട്ട് അമ്മ എന്താ അഭിപ്രായം പറയുന്നത്? നീയൊക്കെ പോയി വീഡിയോ എടുത്ത് നോക്കടാ, എന്നിട്ട് ഉണ്ടാക്കാൻ വാ. മമ്മൂക്ക എന്നുള്ള നടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത്രയ്ക്ക് ഇടലായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതുണ്ട്. ഞങ്ങൾക്ക് എല്ലാ പടവും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ടെർബോ വന്നപ്പോഴേക്കും എനിക്ക് അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ടെർബോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് ഇഷ്ടമാകുന്നത്. കാരണം നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ എണ്ണങ്ങൾ വന്നിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സിനിമയായിട്ട് കാണുക. നിങ്ങളുടെ തലയ്ക്ക് നിങ്ങൾ മതവും രാഷ്ട്രീയവും കുത്തിക്കയറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ ഊള കമന്റ് ഇട്ട് ഓരോ പോഴന്മാർ വരുന്നത്. നീയൊക്കെ നല്ല സിനിമയുടെ ഫാൻസ് അല്ല എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ നല്ല നടന്മാരുടെ ഫാൻസ് അല്ല എന്ന് പറയും. സത്യമായിട്ട് ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കും ലാലേട്ടനും എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനത്തെ കച്ചറ ഫാൻസ് മാത്രമായിരിക്കും. അവർക്ക് വേറെ ഒരു പോരായ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെപ്പോലുള്ള കുറെ ഊള കച്ചറ നല്ലത് പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് പോലും ഉപദ്രവവും ദോഷവും അവർക്കും ചീത്തപ്പേരാക്കുന്ന കുറെ ഊളകളുണ്ട് ഓൺലൈൻ. അവന്മാരെ കൊണ്ടിട്ടാണ് ഇത്രയും പ്രശ്നം. അവർക്ക് കൂടി ചീത്തപ്പേര് ഫാൻസ് യഥാർത്ഥമായിട്ട് ആ നടന്മാരെ സ്നേഹിച്ച് അവരുടെ പേരിൽ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്ന കുറെ വാഴകളുണ്ട് ഇവിടെ. അവന്മാരെ കൊണ്ടാണ് ഏറ്റവും ശല്യം എന്ന് ഞാൻ പറയും. ഞാൻ പറയുന്നത് കാരണം വെറുതെ ഇവിടെ പറക്കൊന്നും പേരും ഇട്ടിട്ട് വായി പഴം തൊള്ളി ഇരിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയാനുള്ള ഞാൻ തുറന്നു പറയും. ഞാനിവിടെ എൻ്റെ വീട്ടിൽ എന്താണ് ഈ ഫാൻസിൻ്റെ കൂടെ തന്നെ പോയി സിനിമ കാണുന്നത്. അവരൊക്കെ എന്ത് മര്യാദയോടെയാണ് എന്തോരം ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അവിടെ ഉള്ളവന്മാരവിടെ മമ്മൂക്ക ലാലേട്ടൻ പറഞ്ഞ ഇടിപിടിയോ വല്ലതും ഉണ്ടാക്കുന്നുണ്ടാ? എന്തെങ്കിലും അലമ്പ് കാണിക്കുന്നുണ്ടോ? 1 or 2 കുറെ വാഴകൾ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണതിന് മൊത്തം ഫാൻസിനൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇവരുടെ കൂടെ തന്നെയല്ലേ പോയി ഇതൊക്കെ കാണുന്നത്. ഈ പറഞ്ഞ നല്ല ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. എന്തോരം പേരുണ്ട് മമ്മൂക്ക അത്രയും സ്നേഹിക്കുന്ന അസോസിയേഷനിലൊക്കെ എന്തോരം പിള്ളേർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു 100 പേരിൽ 1 or 2 കുറെ വാഴകളാണ് വന്നിട്ട് എല്ലാവരും തമ്മിൽ തെളിക്കാനായിട്ട് ഓരോ ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തല്ല് വിളിക്കണ കാണാൻ ഭയങ്കര ചിലപ്പോൾ സുഖമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ചവിട്ടനെ കാണാൻ ഭയങ്കര സുഖമായിരിക്കാം. നിന്റെയൊക്കെ ഈ മറ്റവിടുത്തെ കഴപ്പിൻ്റെയാണ് ബാക്കിയുള്ളവർക്കും കൂടി ചീത്തപ്പേരുണ്ടാവണം എന്നുള്ളത് ഞാനിവിടെ തുറന്നു പറയുന്നത്. പ്രേക്ഷകരെ ഞാൻ വീണ്ടും പറയണം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു റിവ്യൂവറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒപ്പീനിയൻ കണ്ടിട്ട് നിങ്ങൾ സിനിമ വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ടിക്കറ്റ് എടുത്ത് പോയി സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പ്രൈമറി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഒരുത്തൻ്റെ വീഡിയോ കണ്ടിട്ടല്ലല്ലോ ഞാൻ സിനിമ കാണാൻ പോണത്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഓടുന്നത് തന്നെ വേറെ ഒരുത്തൻ്റെ അഭിപ്രായം അറിയാതിരിക്കാനും കേൾക്കണം പിന്നെ പോയി പടം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന അഭിപ്രായം പറഞ്ഞത് അപ്ലോഡ് ചെയ്ത് അത് അപ്പായതിനു ശേഷം ലൈവായി വന്നതിന് ശേഷമേ എൻ്റെ കൂട്ടുകാരും എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഞാൻ പോയി കാണാറുള്ളൂ. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് ഇത്ര പറഞ്ഞില്ലെങ്കിലല്ല ഞാൻ ഇവിടെ ഈ പേരിട്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാണ്ടായിപ്പോൾ. ഇനിയും മമ്മൂക്കയുടെ നല്ല സിനിമകളും ഞാൻ പോയി 1 കൂടുതൽ തവണ കാണും. ഇനിയും ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ നല്ലത് വന്നു കഴിഞ്ഞാൽ 1 കൂടുതൽ തവണ പോയി കാണും.
അതിനെപ്പറ്റി അഭിപ്രായം ഞാൻ സത്യസന്ധമായിട്ട് ഇവിടെ പറയുകയും ചെയ്യുമ്പോൾ ഉണ്ണിമുഖം തന്നെയാണെങ്കിൽ പോലും എനിക്കിപ്പോൾ മാളികപ്പുറമോ അല്ലെങ്കിൽ ജയഗണേഷ് വലിയ വർക്കായില്ല എന്ന് വെച്ചിട്ട് മേപ്പിടിയാൻ പോലെ നല്ല മൂവീസ് ഇനിയും വന്നാൽ ഞാൻ ഇനിയും പോയി കണ്ട് ഞാൻ അഭിപ്രായം നല്ലതാണെന്നുള്ള നല്ലതായിട്ട് പറയും. അതിനൊക്കെ എനിക്കൊക്കെ എന്ത് ടാഗ് ഇട്ടെന്നാലും എനിക്ക് ഒരു പുല്ലുമില്ലാന്ന് ഞാൻ പറയും. നിങ്ങൾ എന്നെ ഇന്നതെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ ഇന്നതാവില്ലല്ലോ. ഞാൻ ഇവിടെ ഒരു മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ആൾക്കാർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. അവർ മാത്രം ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ എനിക്ക്. പിന്നെ ഇത് നമ്മുടെ വിശ്വസിച്ച് ഈ ചാനലിലൂടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട്. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പോങ്ങന്മാർ വല്ലതും തലയിലേക്ക് ഒരു 100 പേരുടെ അടുത്തേക്ക് ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അതിനകത്തൊരു 10 പേരെങ്കിലും നന്നായി കൊള്ളാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എതിരിടുന്നത്. അത് മാത്രമല്ല, എനിക്കും വെൻ്റ് ഔട്ട് ചെയ്യണ്ട്. ഞാൻ വെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്, നിൻ്റെ കണ്ണാക്കി തരാൻ വേണ്ടി തന്നെ. ഇപ്പോൾ ഒരു സമാധാനം കിട്ടി. ഇപ്പം എന്തായാലും പോട്ടെ. എൻ്റെ വീട്ടുകാർക്ക് ടർബോ ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ടർബോ കൊണ്ടേ കാണിക്കും. അതിനൊക്കെ നീയൊക്കെ എന്നെ എന്തൊക്കെ ഛർദ്ദിക്കോ, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ. ബൈ ബൈ.